നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ഈ വർഷം അവസാനത്തോടെ മുഴുവൻ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയാക്കാനാകുമെന്ന് പ്രതീക്ഷ. റിസോർട്ട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ യുവാവിനെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മനക്കൊടി സ്വദേശി മാമ്പുള്ളി വീട്ടിൽ പ്രണവാണ് അറസ്റ്റിലായത്. കാഞ്ഞാണിയിൽ രോഗിയുമായി പോയ ആംബുലൻസിന്റെ വഴി തടഞ്ഞ സ്വകാര്യ ബസ്സുകൾ കസ്റ്റഡിയിൽ. 3 ബസ്സുകളാണ് കസ്റ്റഡിയിലെടുത്തത്. തൃശൂർ MP സുരേഷ് ഗോപിയുടെ ഓഫീസ് ഉദ്ഘാടനം നടന്നു. ചേറൂർ റോഡിലെ എനാർക്ക് ഗാർഡൻസിലാണ് ഓഫീസ്. ചാലക്കുടി മലയ്ക്കപ്പാറ റൂട്ടിൽ 2 ആഴ്ച ഗതാഗത നിയന്ത്രണം. കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി തമിഴ്നാട് ചെക്ക് പോസ്റ്റ് മുതൽ ചാലക്കുടി ഭാഗത്തേക്ക് 10 കിലോമീറ്റർ ദൂരം BC ടാറിംഗ് പ്രവൃത്തി പുനരാരംഭിക്കുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം. നിരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തുടരുന്നു. ഗതാഗത നിയമങ്ങൾ പൂർണ്ണമായും ലംഘിച്ചാണ് ബസ്സുകളുടെ മത്സരയോട്ടം. കല്ലൂരിൽ നിയന്ത്രണം വിട്ട വാൻ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരനെ ഗുരുതരമായി പരിക്കേറ്റു. കല്ലൂർ സ്വദേശി തേറാട്ടിൽ വീട്ടിൽ ജോൺസനാണ് പരിക്കേറ്റത്. പെരിഞ്ഞനം 3 പീടികയിൽ യുവാവിനെ വെട്ടേറ്റു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി വൈപ്പിങ്കാട്ടിൽ അജ്മലിനാണ് വെട്ടേറ്റത്. CPM ജില്ലാ സമ്മേളനത്തിൽ ഒരുക്കങ്ങൾ തുടരുന്നു. 9, 10, 11 തീയതികളിൽ കുന്നംകുളത്താണ് സമ്മേളനം. പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചുവെന്ന് ആരോപിച്ച് പട്ടികജാതി മോർച്ച മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VR സുനിൽകുമാർ MLA ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒരേ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ പരീക്ഷണാടിസ്ഥാനത്തിൽ റെയിൽവേ പുറത്തിറക്കി. സോ റെയിൽ എന്ന പേരിലാണ് ആപ്പിന്റെ ബീറ്റ പുറത്തിറക്കിയിട്ടുള്ളത്. സ്ത്രീകളിലെ ക്യാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിക്ക് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ദിനമായ നാളെ തുടക്കം കുറിക്കുമെന്ന് DMO TP ശ്രീദേവി അറിയിച്ചു. ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. തോളൂർ പഞ്ചായത്ത് വികസന സെമിനാർ 5 കോടി രൂപയുടെ പദ്ധതികൾ വകയിരുത്തി. റോഡ് വികസനത്തിന് 1.5 കോടി രൂപയും കൃഷി മൃഗസംരക്ഷണത്തിന് 70 ലക്ഷം രൂപയും വകയിരുത്തി. ജില്ലയിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയ്ക്ക് സമ്മാനിച്ചു. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മന്ത്രി ഡോക്ടർ R ബിന്ദു സമ്മാനിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമ്മരനെല്ലൂർ ദേശത്തിന്റെ പൂരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കാഴ്ചപ്പന്തൽ കാൽനാട്ടൽ കർമ്മം ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് നടന്നു. ഉത്രാളിക്കാവ് ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ, ക്ഷേത്ര കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് കരിമത്ര ദേശത്തിന്റെ പന്തലിന് കാൽനാട്ടി. ദേശ കമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ തടത്തിൽ, സെക്രട്ടറി K സുധീഷ്, ട്രഷറർ K ഉണ്ണികൃഷ്ണൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭരണിവേളയോടനുബന്ധിച്ച് വടക്കുമുറി വിഭാഗത്തിന്റെ വേലക്കൊടിയേറ്റം ഭക്തിസാന്ദ്രമായി. കൊടിയേറ്റം മേൽശാന്തി അനീഷ് കൈലാസം നിർവഹിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ നടന്ന അംഗനവാടി കുട്ടികളുടെ കലാമേള ആകർഷകമായി. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ കലാമേള ഉദ്ഘാടനം ചെയ്തു. പെരുവലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. മേൽശാന്തി അരുൺകുമാർ എംബ്രാന്തിരി വിശേഷാൽ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ചാലക്കുടി പൂലാനി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു. ഇതോടനുബന്ധിച്ച് ചാലക്കുടി പുഴയിലെ കൊമ്പൻപാറ കടവിൽ ആറാട്ട് നടന്നു. പുത്തൂർ പുഴമ്പള്ളം കായലിൽ വയോധികനെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ഒല്ലൂർ സ്വദേശി തട്ടിൽ വരിക്കൻ വീട്ടിൽ 65 വയസ്സുള്ള ഈനാശുവാണ് മരിച്ചത്.
ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ തൃശൂർ ചെമ്പൂക്കാവ് ജവഹർ ബാലഭവനിൽ നടന്നു. പൊതുസമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിഗർ പെരിങ്ങാല ഉദ്ഘാടനം ചെയ്തു. പുനർനിർമ്മിച്ച ശക്തൻ തമ്പുരാൻ പ്രതിമയുടെ അനാച്ഛാദനം മാറ്റിവെച്ചതിനെതിരെ പ്രതിഷേധം വ്യാപകം. പ്രതിമാനാച്ഛാദനം മാറ്റിവെച്ചതിനെതിരെ കോൺഗ്രസ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധവുമായി എത്തിയ BJP പ്രവർത്തകർ പ്രതിമ അനാച്ഛാദനം പ്രതീകാത്മകമായി നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം KSRTC ജീവനക്കാർ ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ പണിമുടക്കും. പ്രതിപക്ഷ യൂണിയനായ TDF-ന്റെ നേതൃത്വത്തിലാണ് സമരം. കടങ്ങോട് പാടശേഖരത്തിൽ കാട്ടുപന്നികളെ ചത്ത നിലയിൽ കണ്ടെത്തി. സ്വാമിപ്പടി പാറപ്പുറം പാടശേഖരത്തിലെ കിണറ്റിലാണ് കാട്ടുപന്നികളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ ജില്ലാ ഹോക്കി ലീഗ് മത്സരത്തിൽ പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച വിജയം. ജില്ലാ സ്പോർട്സ് കൗൺസിൽ നടത്തിയ മത്സരത്തിൽ ആൺകുട്ടികളുടെ ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനവും ആൺകുട്ടികളുടെ ജൂനിയർ B ടീം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെയും തൃശൂരിനെയും സമ്പൂർണ്ണമായി അവഗണിച്ച രാജ്യത്തെ ആദിവാസി ജനവിഭാഗങ്ങളെയാകെ അധിക്ഷേപിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ആവശ്യപ്പെട്ടു. രാജി എഴുതിവാങ്ങാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും CPI ജില്ലാ സെക്രട്ടറി പറഞ്ഞു. നഗരസഭയ്ക്ക് കീഴിലുള്ള പൊതുസ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന സൗരോർജ്ജ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മണലൂർ പഞ്ചായത്തിലെ കണ്ടശാം കടവ് താനാപാടത്തെ 110 ഏക്കർ കൃഷിപ്പാടം തരിശിട്ട മണലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തം. കർഷക സംഘം കാരമുക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനാപാടത്ത് നെൽകൃഷി ഇറക്കി പ്രതിഷേധിച്ചു. കിഴുപ്പിള്ളിക്കരയിൽ സപ്ലൈകോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോറും വാടക തർക്കത്തെ തുടർന്ന് ഉടമ ലോക്കിട്ട് പൂട്ടി. മാവേലി സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് താന്യമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചീരംകുളം ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം ഈ മാസം 8, 9 തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50 ഗജവീരന്മാർ അണിനിരക്കും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനം കൺവെൻഷൻ ഈ മാസം 7, 8, 9 തീയതികളിൽ ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യും. നെല്ലുവായ് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയോടനുബന്ധിച്ച് സ്വരലയ പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടൻ പാട്ടുകൾ അരങ്ങേറി. കലാമണ്ഡലം സംഗീത പ്രസാദ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചേലക്കര പ്രവാസി കൂട്ടായ്മ UAEയുടെ നേതൃത്വത്തിൽ ദുബായിൽ നടത്തിയ തലമ പന്തുകളിയുടെ ഫൈനൽ മത്സരങ്ങൾ നടന്നു. ഫൈനൽ മത്സരത്തിൽ ടീം ചേലക്കരയെ തോൽപ്പിച്ച് ടീം ഹബീബി വിജയികളായി. അന്തിക്കാട് ശ്രീ തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി ആഘോഷിച്ചു. മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വാടാനപ്പള്ളി കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ ഹാപ്പി കേരളം ഇടം രൂപീകരണ പരിപാടി സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.